അമ്പലപ്പുഴയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരൻ അട്ടിമറി വിജയം ഉണ്ടാക്കുമെന്ന് പാർട്ടിയുടെ വിലയിരുത്തൽ. 7000-നും 10000-നും ഇടയിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് കണക്കൂട്ടൽ. ബൂത്ത് തല കണക്കുകൾ ക്രോഡീകരിച്ച് KPC കൈമാറി അശ്വിൻ പാലഹഴി ചേരുന്നു. പറയേശൻ, അമ്പലപ്പുഴയിൽ എങ്ങനെയാണ് സാഹചര്യം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ UDF പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ഓരോ ബൂത്തിലും, അമ്പലപ്പുഴ മണ്ഡലത്തിലെ ഓരോ ബൂത്തിലും ഏത് വിധത്തിൽ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതായിരുന്നു പ്രധാന അവലോകനം. അതിലാണ് നിർണായകമായ കണ്ടെത്തലുകൾ UDF ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ കണക്കുകൾ KPCCക്ക് ക്രോഡീകരിച്ച് കൈമാറിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ജി സുധാകരന് അമ്പലപ്പുഴയിൽ 7000 മുതൽ 10000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ള കണ്ടെത്തലാണ് ഈ ബൂത്ത് തല കണക്കുകൾ അവലോകനം ചെയ്യുമ്പോൾ UDF പ്രതീക്ഷിക്കുന്നത്. പതിവിന് വിപരീതമായി അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിനപ്പുറം CPI വോട്ടുകൾ ജി സുധാകരൻ ലഭിച്ചു എന്നുള്ളതാണ് ബൂത്ത് ഏജന്റുമാർ നൽകിയിരിക്കുന്ന വിവരം. ഒപ്പം BJPയും SDPIയും സുധാകരൻ അനുകൂലമായി വോട്ട് ചെയ്തു എന്നൊരു കണ്ടെത്തൽ കൂടി UDF പങ്കുവെക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഒരു കേഡർ വോട്ടുകൾ പോലും ചോർന്നു പോയിട്ടില്ല. അത് ഭദ്രമായി തന്നെ UDF ക്യാമ്പിലേക്ക് സുധാകരന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് UDFന്റെ കണക്കുകൂട്ടൽ. ഈ കണക്കാണ് KPCCക്ക് കൈമാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം LDFന്റെ ബൂത്ത് തല അസസ്മെന്റിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കണക്കുകൾ തന്നെയാണ് വന്നത്. ആകെ 4 പഞ്ചായത്തുകളിൽ മാത്രമാണ് H സലാമിന് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതായിരുന്നു ആ LDFന്റെ ബൂത്ത് തല കണക്ക്. അതിന്റെ അന്തിമ കണക്ക് പുറത്തു വന്നപ്പോൾ 6318 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജി സുധാകരൻ ജയിക്കാനുള്ള സാധ്യതയാണ് LDFന്റെ ബൂത്ത് തല അസസ്മെന്റിൽ ഉണ്ടായിരുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന കണക്കുകൾ തന്നെയാണ് UDFന്റെ ബൂത്ത് തല അവലോകനത്തിലും കണ്ടിരിക്കുന്നത്. എന്തായാലും അമ്പലപ്പുഴയിൽ ഒരു അട്ടിമറി വിജയം ജി സുധാകരൻ നേടും എന്നുള്ള കണക്കുകളാണ് ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷമുള്ള ബൂത്ത് തല കണക്കുകളുമായി ബന്ധപ്പെട്ട ഇരു മുന്നണികളും പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.